പൊതുവേദികളിൽ വി.എസ്. അച്യുതാനന്ദനെത്തിയാൽ പാർട്ടി പ്രവർത്തകരുടെയും ജനങ്ങളുടെയും മനസ്സിൽ വിപ്ലവ വീര്യം തിളച്ചുമറിഞ്ഞിരുന്നു. അവർ ആർത്തു വിളിച്ചിരുന്നു, കണ്ണേ കരളെ വി.എസ്.എ, കേരള മണ്ണിൻ പൊന്മുത്തെ. ഓർമ്മകളിൽ ഇരുമ്പുന്ന വി.എസ്. അച്യുതാനന്ദൻ എന്ന ഇതിഹാസ ജന്മം. പൊതുവേദികളിൽ വി.എസ്. അച്യുതാനന്ദനെത്തിയാൽ പാർട്ടി പ്രവർത്തകരുടെയും ജനങ്ങളുടെയും മനസ്സിൽ വിപ്ലവ വീര്യം തിളച്ചു പൊങ്ങുമായിരുന്നു. അവർ ആർത്തു വിളിച്ചിരുന്നു, കണ്ണേ കരളെ വി.എസ്.എ, കേരള മണ്ണിൻ പൊന്മുത്തെ. മലയാളികൾക്ക് കണ്ണും കരളുമൊക്കെയായിരുന്നു വി.എസ്. വിഭാഗീയതയുടെ കാലത്തും വി.എസ്. വേദിയിലേക്കെത്തുമ്പോൾ നിശബ്ദത പാലിക്കാൻ നിർബന്ധിക്കപ്പെട്ടിരുന്നവരുടെ പോലും മുഷ്ടികൾ ചുരുളുമായിരുന്നു. CPM പ്രവർത്തകർ മാത്രമല്ല, എല്ലാവരും വി.എസിനെ അഭിവാദ്യം ചെയ്തിരുന്നു. പാർട്ടി എന്തെന്നറിയാത്ത കൊച്ചുകുട്ടികൾക്ക് പോലും വി.എസ്. ആവേശമായിരുന്നു. വി.എസ്. എന്ന മലയാളക്കരയുടെ വിപ്ലവ സൂര്യൻ ഇന്ന് ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. വീര്യം, പോരാട്ടം, സമരം ഇവയുടെ ആകത്തുകയാണ് വി.എസ്. ജനകീയ വിഷയങ്ങളിൽ എന്നും ജനപക്ഷത്തു നിന്ന നേതാവായിരുന്നു അദ്ദേഹം. വി.എസ്. എന്ന രണ്ടക്ഷരത്തിൽ കേരളം കണ്ടത് ആശ്രയവും ആശ്വാസവുമായിരുന്നു. അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങൾ അത്രയും സമരപ്പെടുത്തലുകളല്ലാത്ത നിരന്തര പോരാട്ടത്തിന്റെ പ്രതീകമായിരുന്നു. ചൂഷണത്തിന് വിധേയരാകുന്നവർക്കൊപ്പം നിലകൊണ്ട അദ്ദേഹം ചൂഷകരെ പ്രതിരോധിക്കാൻ മുന്നിൽ നിന്നു. ഇതാണ് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദനെ ജനങ്ങളുടെ വി.എസ്. ആക്കി മാറ്റിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിൽ വളർന്ന ഉന്നത സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ പലരും പതിയെ പാർട്ടി പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്നകന്നപ്പോൾ വി.എസ്. പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് അണുവിട വ്യതിചലിച്ചില്ല. അഴിമതിയോട് സമരപ്പെടാനും അദ്ദേഹത്തിനായില്ല. ഇതാണ്